ഇറാനെ തൊടാൻ അനുവദിക്കില്ല. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇറാനെതിരായ ആക്രമണത്തിനും തങ്ങളുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ സമുദ്രാതിർത്തിയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് അബുദാബി അറിയിച്ചു. ഇതോടെ ഇറാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് UAE. നിഷ്പക്ഷതയ്ക്കും പ്രാദേശിക സ്ഥിരതയ്ക്കുമുള്ള പ്രതിബദ്ധത UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ട്രംപിന്റെ ഭീഷണി ഓരോ നാൾ പിന്നിടും തോറും ഇറാന് പിന്തുണ കൂടുകയാണ്. ഇറാനെതിരെ സൈനിക നടപടിയുടെ സാധ്യതയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് UAEയുടെ പ്രസ്താവന. മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു വലിയ കപ്പൽപ്പട നീങ്ങുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് UAEയുടെ പ്രസ്താവന പുറത്തുവരുന്നത്. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ സംഘർഷം ലഘൂകരിക്കൽ, അന്താരാഷ്ട്ര നിയമം പാലിക്കൽ, രാജ്യത്തിന്റെ പരമാധികാരത്തോടുള്ള ബഹുമാനം എന്നിവയാണ് നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളെന്ന് വിശ്വസിക്കുന്നതായി UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നയതന്ത്ര മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കണമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ ഉറപ്പിച്ചു പറഞ്ഞു. അതേസമയം USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ടെന്ന് US സെൻട്രൽ കമാൻഡ് പ്രഖ്യാപിച്ചു. ആക്രമണ കാരിയർ തിങ്കളാഴ്ച ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തി. ഈ നീക്കം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആക്രമണം നടത്താൻ ഉത്തരവിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വീണ്ടും തുടക്കമിട്ടു. രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾ ക്രൂരമായി അടിച്ചമർത്തുകയാണ് ഇറാനിയൻ സർക്കാർ എന്നാണ് പാശ്ചാത്യ ഭരണകൂടങ്ങൾ ആരോപിക്കുന്നത്. ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ USഉം ഇസ്രയേലും ഇറാനെതിരെ സംയുക്തമായി ആക്രമണം നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർന്നു. എന്നാൽ പുതിയ ആക്രമണം ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ജീവിത നിലവാരം തകർന്നതിൽ രോക്ഷാകുലരായ പ്രതിഷേധക്കാരെ വീണ്ടും തെരുവിലിറക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. US നാവിക വ്യൂഹം നിലവിൽ ഇറാനെ ആക്രമിക്കാൻ സാധിക്കുന്ന ദൂരപരിധിയിലാണുള്ളത്. എന്നാൽ 1979 മുതൽ അധികാരത്തിലുള്ള ഇസ്ലാമിക ഭരണകൂടം പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തന്നെയും ഭരണ അട്ടിമറിക്ക് പുറത്തു നിന്നുള്ള ശക്തികൾ ഇടപെടുന്നതിനോട് യോജിക്കാത്തവരാണ് നിലവിലെ സർക്കാരിന്റെ വിമർശകരായ ഇറാനുകൾ. അതുകൊണ്ട് തന്നെ ഈ നീക്കം ജനകീയ പ്രതിഷേധങ്ങളെ വീണ്ടും ആളിക്കത്തിക്കുമോ എന്ന് ഉറപ്പില്ല. അതേസമയം US ഇസ്രായേൽ നീക്കത്തിന് ഗൾഫ് മേഖലയിൽ നിന്നും പിന്തുണ ലഭിക്കുന്നില്ലെന്നാണ് വിവരം. UAE ഉൾപ്പെടെയുള്ള പ്രാദേശിക ശക്തികൾ തങ്ങളുടെ ആകാശമോ സമുദ്രപരിധിയോ ആക്രമണത്തിനായി വിട്ടു നൽകില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും വിമാനവാഹിനി കപ്പൽ മെഡിറ്ററേനിയനിൽ ഉള്ളതിനാൽ ആക്രമണത്തിന് മൂന്നാം കക്ഷിയുടെ അനുമതി USന് ആവശ്യമില്ല. US തങ്ങളുടെ രാജ്യത്തിന്റെ സാമൂഹിക ഐക്യം തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി ആരോപിച്ചത്. പ്രതിഷേധക്കാരെ ഭീകര സ്വഭാവമുള്ള നഗര സംഘങ്ങൾ എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. അവർ ആയുധങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുന്നത് ആഭ്യന്തര യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.